മറ്റുള്ളവരുടെ ഭക്ഷണം കൈയിട്ട് വരുമ്പോഴേ സ്വന്തം ജോലി നഷ്ടപ്പെടുന്നേ നീ ഓർക്കണം. ഇയാളിത് എവിടെ പോയി കിടക്കുക? പക്ഷെ ഇയാളെന്ന് ഇത്ര വൈകുന്നേ? മാഡം, ഇതാ മാഡത്തിൻ്റെ ഓർഡർ. എത്ര നേരം ഞാൻ ഓർഡർ ചെയ്തിട്ട്? ഇത്ര സമയം വേണോ കൊണ്ടുതരാൻ വേണ്ടിയിട്ട്? മാഡം, വരുന്ന വഴി നല്ല ട്രാഫിക് ജാം ആയിരുന്നു, അതാ വൈകിയേ. ഇതിലൊരെണ്ണം കുറവാണല്ലോ. നീ ഇത് കഴിച്ചല്ലേ? അയ്യോ ഇല്ല മാഡം, ഞാൻ എന്തിനാണ് കഴിക്കുന്നത്? നീ എൻ്റെ അടുത്ത് കള്ളം പറയുമല്ലേ? അയ്യോ ഇല്ല മാഡം, ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ കളക്ട് ചെയ്തു, മാഡത്തിൻ്റെ അടുത്ത് കൃത്യമായി എത്തിക്കുകയും ചെയ്തു. എനിക്കറിയില്ല വേറെ എന്താണെന്ന്. പിന്നെ ഇതിൽ ഒരെണ്ണം എവിടെ പോയി? നീ ആൾ കൊള്ളാലോ, കൃത്യസമയത്ത് കൊണ്ടുവന്നുമില്ല, അതിനടുത്ത് കഴിക്കുകയും ചെയ്തു. മാഡം ഞാൻ പറഞ്ഞില്ലേ, വരുന്നൊരു ട്രാഫിക് ആയിരുന്നു, അതാ വൈകിയേ. പക്ഷെ അതിനർത്ഥം ഞാൻ മാഡത്തിൻ്റെ ഫുഡ് എടുത്ത് കഴിച്ചു എന്നല്ല. മാഡത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ മാഡം ഹോട്ടലിൽ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ ചെയ്യാത്ത കാര്യം പറയില്ല മാഡം. ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും. ഹോട്ടലിനെതിരെ അല്ല, നിനക്കെതിരെ. അയ്യോ മാഡം, മാഡം എന്തിനാ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? അത് നീ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ ഭക്ഷണം കൈയിട്ട് വരുമ്പോഴേ സ്വന്തം ജോലി നഷ്ടപ്പെടുന്നേ നീ ഓർക്കണം. അയ്യോ മാഡം, ദയവേത് അങ്ങനെ ചെയ്യല്ലേ. എൻ്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ. മാഡം കംപ്ലയിൻറ്റ് ചെയ്ത് എൻ്റെ ജോലി പോകും, എൻ്റെ മാതാപിതാക്കൾ പട്ടിണിയാവും. നിനക്ക് ഇത്രയും ബോധം ഉണ്ടായിരുന്നെങ്കിലേ ഇതൊക്കെ ചെയ്യുമ്പോൾ നീ ആലോചിക്കണമായിരുന്നു. മാഡം ഒരു കാര്യം ആലോചിച്ച് നോക്കി, ഞാൻ ഈ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ശമ്പളവും കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് മാഡത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നത്? എങ്കിൽ പറ, ഇതിലൊരു പീസ് എവിടെ? ഞാനിപ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യും. അയ്യോ മാഡം, ഔമ്മ ഞാൻ വരും. ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് റംസാൻ നോമ്പ് തുറക്കാം. ശരി ഉമ്മ, ശരി. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് അൻവർ. നിങ്ങളിപ്പോൾ നോമ്പിലാണോ? അതെ മാഡം. എന്നിട്ടെന്താ ഈ കാര്യം നേരത്തെ പറയാതിരുന്ന? ഞാൻ നിങ്ങളെ വെറുതെ സംശയിച്ചല്ലോ, സോറി. മാഡം ഞാൻ കഴിച്ചിട്ടില്ലെന്ന് മാഡത്തിൻ്റെ ഒരുപാട് തവണ പറഞ്ഞു. പക്ഷേ മാഡം ചേട്ടാ സോറി, ഞാനത് നോക്കിയപ്പോൾ ഒരു പീസ് കുറവ് കണ്ടു. ഇറ്റ്സ് ഓക്കെ മാഡം. ഞാൻ ഒരുപാട് തവണ മാഡത്തിനോട് എൻ്റെ നിരപരാധിത്വം പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ മാഡം അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്തായാലും മാഡം ഫോൺ വിളിച്ചിരുന്ന എൻ്റെ ജോലി പോയേനെ, എൻ്റെ മാതാപിതാക്കൾ പട്ടിണി പോയേനെ. ചേട്ടാ എന്തായാലും ഞാൻ ചേട്ടനെതിരെ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യില്ല, പക്ഷേ ആ ഹോട്ടലിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച് മാഡം. പക്ഷേ എനിക്ക് മാഡത്തിന് റിക്വസ്റ്റ് കൂടിയുണ്ട്. എന്താ? മറ്റാരോടും ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് മാഡം. കാരണം മാഡത്തിൻ്റെ ചെറിയൊരു തെറ്റിദ്ധാരണ കാരണം എൻ്റെ ജീവിതം ഇപ്പോൾ ഇല്ലാതായേനെ, എൻ്റെ മാതാപിതാക്കൾ പട്ടിണിയായേനെ. ആ അവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. സോറി ഏട്ടാ, ഞാൻ ഇനി ആരോടും ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നോട് ക്ഷമിക്കൂ. ഓക്കെ മാഡം, ബൈ.